പേജ് ഫില്ലിംഗ് ആണ്. നോട്ട്ബുക്ക് പേജ് ഫില്ലിംഗ്. അതായത് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതിയപ്പോഴത്തേക്കും അടുത്ത എന്തെങ്കിലും എഴുതുവാണെങ്കിൽ നിങ്ങളെ കാണിക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെയാണ്. നമുക്ക് എഴുതാം. ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെയാണ് കേട്ടോ എഴുതുന്നത്. ഈ പേജിൻ്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് പേജ്. ഗ്രാറ്റിറ്റ്യൂഡ് പേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഗ്രാറ്റിറ്റ്യൂഡും ഗ്രേറ്റ്ഫുൾ തിങ്സ് അല്ലേ, അതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാനുള്ള പേജാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പേജ്. അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഗ്രാറ്റിറ്റ്യൂഡ്. അവസാനം ഈ വന്നപ്പോൾ സ്പേസ് ഇല്ലായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെ തികച്ചു. ഗ്രാറ്റിറ്റ്യൂഡ് പേജ്. ഇത് എഴുതാൻ തന്നെ ഒരു 10-11 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തിൽ എഴുതി. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ട് ഓറഞ്ച് ആയിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഓറഞ്ച് വരച്ചു. ഞാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര മെസ്സി ആയിട്ടായിരുന്നു വരച്ചിരുന്നത്. അങ്ങനെയൊക്കെയാണ് ഒരു മെസ്സി സ്റ്റൈലായിട്ടായിരുന്നു വരച്ചിരുന്നത്. അതിനൊക്കെ ഇപ്പോൾ സ്റ്റൈലെന്ന് ആരെങ്കിലും പറയുമെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ? ഞാൻ മാത്രമേ പറയുള്ളായിരിക്കും. കുറച്ച് ഭയങ്കര നീറ്റായിട്ടൊന്നും അല്ല വരച്ചിരുന്നത്. പുറത്തൊക്കെ പോകുന്ന രീതിയിലാണ് വരച്ചത്. ഞാൻ ചിലതൊക്കെ പുറത്തൊക്കെ പോകാതിരുന്നിട്ട് പുറത്തോട്ടൊക്കെ കളയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് മെസ്സി ആയിട്ടുള്ള സ്ഥലമായിരുന്നു വരച്ചിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എഴുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. ഞാൻ ഐ ആം ഗ്രേറ്റ്ഫുൾ എന്ന് എഴുതിയിട്ടായിരുന്നു ബാക്കിയെല്ലാം എഴുതിയത്. കഫ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാട്ടോ. ഞാൻ ഐ ആം ഗ്രേറ്റ്ഫുൾ എന്ന് എഴുതിയിട്ടാണ്. നിങ്ങൾ എൻ്റെ കോട്ടൊന്നും കാണണ്ട ഗൈസ്, ഒന്നും കൊള്ളത്തില്ല. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ. അങ്ങനെ എഴുതിയിട്ടായിരുന്നു ഞാൻ ബാക്കിയെല്ലാം കണ്ടിന്യൂ ചെയ്തത്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ബോക്സസിലൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിചാരിക്കില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാട്ടോ. ഞാൻ എഴുതിയത് തന്നെ എഴുതിക്കണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ എഴുതിയ കോട്ട്സൊന്നും കൊള്ളത്തൊന്നുമില്ല. നിങ്ങൾ അതൊന്ന് എഴുതാൻ നോക്കട്ടെ. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതങ്ങ് എഴുതിയാൽ മതി. അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് കോട്ട്സൊക്കെ എഴുതി. പിന്നെ ഞാൻ ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഭയങ്കര മെസ്സി ആയിട്ടാണ് വരച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഞാനിപ്പോൾ ഇതാണ് കൊടുത്തത്. നമുക്ക് പടം വരയ്ക്കാം. പിന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ 2 ക്ലൗഡ്സൊക്കെ വരച്ചു കൊടുത്തു. മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡിസൈൻസൊക്കെ വരച്ചു കൊടുത്തതേ ഉള്ളൂ.
പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാനിങ്ങനെ കൊടുത്തത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പേജ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡിസൈനൊക്കെ ചെയ്യാം. നെക്സ്റ്റ് പേജ് ഒരു കുറച്ചും കൂടെ വെറൈറ്റിയാണ്. അത് അത്ര വെറൈറ്റി അല്ലെങ്കിലും കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ. ഡു നോട്ട് ഡു ഫോർ മീ ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ സാധനങ്ങൾ ചെയ്യുന്നൊക്കെ ഉണ്ട്, അതെനിക്കൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അതാണല്ലോ എല്ലാം ഒഴിവാക്കുക. ഫസ്റ്റ് എൻ്റെ മേക്കപ്പ് പ്ലീറ്റ് ആയിരുന്നു ഞാൻ എഴുതിയത്, അപ്പം തെറ്റിപ്പോയി. അങ്ങനെ അങ്ങനെ കുറേ നമുക്ക് എഴുതി കൊടുക്കാം കേട്ടോ. ഞാൻ അറിയേണ്ട ആരും ഇട്ടുപോയി, എന്നാൽ പിന്നെ ഞാനില്ലാതെ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു എനിക്കൊന്നും എഴുതാൻ അറിയില്ലായിരുന്നു. പിന്നെ കുറച്ച് സാധനമൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി ചെയ്തു. ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ എഴുതി കൊടുത്തത് കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ആ ഹെഡിങ് ഞാൻ തന്നെ കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഡു എന്നൊക്കെയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. എന്ത് കുന്തമൊക്കെയാണെന്ന് ആർക്കറിയാം. പിന്നെ വേണമെങ്കിൽ അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. മെയിനായിട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. അയ്യോ, അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിലെണ്ണമായിരുന്നു ഞാൻ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇവിടെ ആയിരുന്നു. നിങ്ങളുടെ ആയമൂല് കാണിച്ചു തരാം. ദിസ് ബുക്ക് ബിലോങ്സ് ടു മീ, അതെഴുതി. എബൌട്ട് മീ എഴുതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പേജിൽ കുറച്ചുകൂടെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് എഴുതാമെന്ന് വിചാരിച്ചു. സോറി.